ഹായ്, ദിസ് ഇസ് ഡോക്ടർ രേഷ്മ. എന്നൊരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. പൊതുവേ ഞാൻ ഇങ്ങനത്തെ വീഡിയോ അല്ല ചെയ്യുന്നത്, എൻ്റെ കാറ്റഗറി ഇതല്ല. പക്ഷേ നമ്മളിങ്ങനെ ആയുർവേദത്തിൽ ഇങ്ങനെ പതുക്കെ നടന്നു പോകുമ്പോൾ കല്ലുമുള്ളൊക്കെ കാണുമ്പോൾ എടുത്ത് കളയുന്ന പോലെ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ എടുത്ത് കളയാൻ തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പാർട്ട് ഓഫ് റിയാക്ഷൻ ഓൺ എ ചാനൽ കോൾ ലൂസി ആയുർവേദ. Lucy Malayalam, not Ayurvedam, because these people do lot of Ayurvedic stuff. Confused ആയിപ്പോയി. അപ്പോൾ ലൂസി മലയാളം എന്നുള്ള ചാനലിൽ പറയുന്ന കുറേ വിഡിത്തരത്തിൻ്റെ റിയാക്ഷൻ വീഡിയോ. അവർ ആദ്യോ വിഡിത്തരത്തിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ നമ്മൾ ട്രിപ്പിൾ ആക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ദിസ് ഇസ് മോർ ലൈക്ക് റിയാക്ഷൻ ടു റിയാക്ഷൻ വീഡിയോ. നൗ ലെറ്റ്സ് ഹിയർ. അപ്പം പുള്ളി പറയുന്നത് എന്താണെന്ന് നമ്മൾക്ക് ആദ്യം കേൾക്കാം. പുള്ളി അശാസ്ത്രീയ മാത്രം പറയുന്ന ഒരാളിനെ വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പുള്ളി ഏത് കാര്യമായിരുന്നാലും ഇപ്പൊ വീടിനകത്ത് താമസിച്ചു കഴിഞ്ഞാൽ അസുഖം വരില്ലെന്നുള്ള കാര്യമാണ്. അപ്പൊ പുള്ളി അയാളെ അശാസ്ത്രീയമായിട്ട് പറയുന്നു. ഞാൻ പറയുന്നു ഇയാൾ അശാസ്ത്രീയം പറയുന്നു. ബാക്കി എന്ത് കാര്യമായിരുന്നാലും മിക്കവാറും അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ശിലാസന്തോഷമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ, ദേഷ്യമുണ്ടോ? വ്യക്തിപരമായി എനിക്കതേ ചോദിക്കാനുള്ളൂ. ഇവർക്ക് ലൂസി മലയാളത്തിനും ഈ ന്യൂറോൺസിനൊക്കെ എന്തെങ്കിലും ആയുർവേദത്തിനോട് എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ കീറി പറിച്ചിടുന്ന പോലെ ആയുർവേദത്തിൻ്റെ വല്ല കാര്യമുണ്ടോ? അതും ഈ കാലഘട്ടത്തിൽ ഇവൻ WHO has approved ആയുർവേദ ICD ലെവലിൽ കൊണ്ടുവരുന്നു, ആയുർവേദിക് ടെർമിനോളജീസ് കൊണ്ടുവരുന്നു, FDA കുറേ കാര്യങ്ങൾ അപ്രൂവ് ചെയ്യുന്നു. സോ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ യു ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് റാഷണലിസമിൻ്റെ പേരിൽ ആയുർവേദത്തിന് എത്ര കാലം? ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ ലോങ് ടൈം, ബിക്കോസ് യു വിൽ സീ ബേസിക്കലി. എനിക്ക് ശിലാസന്തോഷമായിട്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ പുള്ളി പറയുന്ന കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളും മനുഷ്യന്റെ ജീവന് തന്നെ ആപത്തുള്ള കാരണങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പുള്ളി ട്രൂപ്പെല്ലാം ചെയ്യുന്നത് ആയുർവേദത്തിന് വലിയ ആപത്തുള്ള കാര്യമാണ്. അത് ആയുർവേദത്തിൻ്റെ ആപത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയൊരു വലിയൊരു നിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മെഡിക്കൽ സയൻസ് കൂടി ആകുമ്പോൾ അത് ഒത്തിരി പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശാസ്ത്രം കൂടിയാണ്. അതിപ്പോൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ അട്ടയെ കൊണ്ട് രക്തം കുടിപ്പിക്കുന്ന വെരിക്കോസ്. എനിക്ക് അറിയാത്തൊരു കാര്യമേ ഉള്ളൂ, നമ്മൾ എപ്പോഴെങ്കിലും പോയി സൂചി വെച്ച് കുത്തി എന്ന് പറയുമോ, അല്ലെ തുണി ചുറ്റി തന്നു എന്ന് പറയുമോ? ബാൻഡേജിങ്ങിന് ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ അവർ തുണി ചുറ്റി തന്നു ഇങ്ങനെ ആരെങ്കിലും ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഈ അട്ടയെ കൊണ്ട് കടുപ്പിക്കുന്നതെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ ഞാൻ ഓർത്തു അണ്ണിയനാണോ, വല്ല പണിഷ്മെൻ്റൊക്കെ തരാൻ വേണ്ടി നമ്മൾ അന്യൻ ഇറങ്ങി വന്നാണ് അട്ടയെ കൊണ്ട് കടുപ്പിക്കുക എന്ന് വെച്ചാൽ കുമ്പി പാകം എന്നൊക്കെ പറയുന്ന പോലെ. ജലോകാവചരണം എന്നാണ് പറയുന്നത്. നമ്മൾ അട്ടയെ കൊണ്ട് കടുപ്പിക്കുന്നതിൻ്റെ ആ ഒരു ക്രിയയ്ക്ക് പറയുന്നതാണ് ജലോകാവചരണം. പീപ്പിൾ ഹു ഡോണ്ട് നോ പ്ലീസ് ഡു ലേൺ. നമ്മൾ മലയാളികൾക്ക് നല്ല ലിറ്ററസി റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് നല്ല ലിറ്ററസി റേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ മെഡിക്കൽ ടേംസ് അതുപോലെ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ WHO ICD ടെർമിനോളജീസിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജലോകാവചരണം എന്താണെന്നുള്ളത് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ജലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീച്ചാണ്. ജലോകത്തിൻ്റെ പ്രയോഗം നടത്തിയെന്നെങ്കിലും പറയാൻ എല്ലാവരും പഠിക്കണം. കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു വൈദ്യൻ, ഒരു അട്ടയെ കൊണ്ട് കടിപ്പിക്കുന്ന ഒരു വൈദ്യന്റെ വീട്ടിൽ ചെന്നിട്ട് പുള്ളി ഷൂട്ട് ചെയ്തൊരു വീഡിയോയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വിചാരിക്കുന്നത്. എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം? അട്ടയെ കൊണ്ട് കടുപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്രാചീന പല സ്ഥലത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈജിപ്തില്, റോമില്, നമ്മുടെ നാട്ടില് സുശ്രുതന്റെ ഒരു ചാപ്റ്റർ തന്നെ എഴുതിയിരിക്കുന്നത് ഈ അട്ടകളെ. സമാധാനമായി. സുശ്രുതന്റെ കാര്യം പറഞ്ഞ് ഒരു ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇത് മറിയും. ഇത് അട്ടയെ കൊണ്ട് കടുപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരമേ അല്ലായിരുന്നു വെച്ചാൽ നമ്മുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. ഇൻഫാക്റ്റ് ആ ആർട്ടിക്കിളിൽ പുള്ളി എഴുതിയിരിക്കുന്നത് ഇതുപോലത്തെ വലിയ വേറെ ഒരു നാട്ടിലെ ഒരാൾ എഴുതിയിരിക്കുന്നതാണ്. വാട്ട് ഇന്ത്യൻ ഹിസ്റ്ററി, മെഡിസിനൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇസ് വെരി ബാഡ് എന്ന് പറഞ്ഞിട്ടും അതിൽ അട്ടയെ കൊണ്ട് കടുപ്പിക്കുന്നു അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നേരെ തിരിച്ച് മാറ്റി പറയാൻ തുടങ്ങി. പ്ലാസ്റ്റിക് സർജറി ചെയ്യാം, മൈക്രോവാസ്കുലർ സർജറിയിൽ അട്ടയെ യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ജലോകാവചരണത്തിൻ്റെ ഒരു വളർച്ച അവിടെ കാണാൻ പറ്റും. അപ്പം പ്രാചീനമല്ല, ഇനി അങ്ങോട്ട് നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മുടെ മെഡിസിനൽ ലീച്ച്. അപ്പോൾ അതിൻ്റെ ഒരു അടിവരട്ട് പറയേണ്ട ഒരു കാര്യം പതുക്കെ പുള്ളി നൈസായിട്ട് അങ്ങനെ മാറിപ്പോകുന്നത്. അപ്പോൾ പ്രാചീനമല്ല കേട്ടോ, ഇന്ത്യയിൽ ഒറിജിനേറ്റ് ആയ ഓൾമോസ്റ്റ് ഇന്ത്യൻ ഒറിജിനൽ എന്നൊക്കെ പറയാം. ബിക്കോസ് വി ഹവ് റിട്ടൺ ബുക്സ് ആൻഡ് ബുക്സ് ഓൺ സുശ്രുതൻ്റെ ഫുൾ ഒരു സംഹിത മൊത്തം വായിച്ചാലും
നമുക്ക് ഒരുപാട് റെഫറൻസ് കിട്ടും. ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഉള്ള ഒരു ശാസ്ത്രം, വൈദ്യശാസ്ത്രം മെഡിസിനൽ ലീച്ചിനെ കുറിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് സുശ്രുതൻ്റെ മെഡിസിനൽ ലീച്ച് തെറപ്പി. കുറിച്ച് സംസാരിക്കാനാണ്, പ്രത്യേകിച്ച് ഈ വെരിക്കോസ് വെയിൻ പോലെയുള്ള കാര്യങ്ങൾക്ക് അട്ടയെ കൊണ്ട് രക്തം വലിച്ചെടുക്കുന്ന കാര്യമാണ് ഈ ഇതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. പഴയ ഒരു ചികിത്സാ രീതിയാണ്. ഈ ചികിത്സാ രീതിക്കുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യക്ഷമായിട്ട് ഒരാളെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിലാണ്. അപ്പൊ എന്താണ് വെരിക്കോസ് വെയിൻ? വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ചന്ദ്രശേഖർ ഇസ് ടോക്കിംഗ് അബൌട്ട് വെരിക്കോസ് വെയിൻ. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് അതിനുള്ള നോളജ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ഡിഡ്ന്റ് സീ എ ടൈറ്റിൽ വിത്ത് ഡോക്ടർ ഇൻ ഹിസ് നെയിം. സോ എത്രമാത്രം മെഡിക്കലി റിലേറ്റഡ് ആണ് ഈ പേഴ്സൺ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ഹാവ് മൈ ഓൺ അപ്രിഹെൻഷൻസ്. ഇൻഫാക്ട് വെരിക്കോസിറ്റിനെ കുറിച്ച് കുറേ പറയുന്നുണ്ട്, അട്ടയെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ നമുക്ക് ഡീൽ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാനുള്ള കാര്യം ഇതേ ഉള്ളൂ, ഒരു അറ്റ്ലീസ്റ്റ് മിനിമം ബാച്ചുലേഴ്സ് എങ്കിലും ഉള്ള ഒരു മെഡിക്കൽ നോളജ് ഉള്ള ഒരാളെടുത്ത് മാത്രമേ നമ്മൾ we can go for advice. Otherwise, please don't listen to anybody. If he's got some kind of bachelor's or masters, I would be far more happy. Otherwise, please don't listen to any kind of bakwas from any person other than people belonging to a medical field. Because ഞാൻ കണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ടോക്കിംഗ് അബൌട്ട്, ഐ മീൻ നോർമൽ പീപ്പിൾ, മെഡിക്കൽ ഫീൽഡിൽ റിലേറ്റഡ് അല്ലാത്ത ആൾക്കാർ, ആയുർവേദത്തോട് റിലേറ്റഡ് അല്ലാത്ത ആൾക്കാർ, യു ആർ ടോക്കിംഗ് അബൌട്ട് ഉലുവ, talking about garlic, and ഇതിനെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ we are talking, they are detailing about various positives negatives എല്ലാം പറയുന്നുണ്ട് ഓരോ ഡ്രഗിൻ്റെ. അപ്പോൾ അതൊന്നും പറയുന്നില്ല, എല്ലാ നല്ല കാര്യങ്ങളും മാത്രം പറയുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഏറെ ഉണ്ട്. അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ പുള്ളിക്ക് എനിക്കറിയില്ല, പുള്ളിക്ക് മെഡിസിനലി ക്വാളിഫൈഡ് ആണോ ഈ വ്യക്തി എന്ന് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ ധമനികളും സിരകളും ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ആർട്ടറീസ് ആൻഡ് വെയിൻസ് ഉണ്ട്. അപ്പൊ ഈ വെയിന് എന്ന് പറയുന്നത് തിരിച്ച് കാലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളിൽ നിന്നൊക്കെ തിരിച്ച് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ്. അപ്പോ ഗുരുത്വാകർഷണത്തിൽ ഇത് താഴേക്ക് പോകുന്ന രക്തം തിരിച്ച് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ ഹാർട്ട് വലിച്ചല്ല എടുക്കും. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിടാം. ബിക്കോസ് ഈ പുള്ളി തത്തമേ പൂച്ചാന്ന് വെരിക്കോസ് വെയിനെ കുറിച്ച് എല്ലാ ഇൻ്റർനെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും പോയി അതിനെക്കുറിച്ചൊക്കെ വായിക്കാം. ഹീസ് ടോക്കിംഗ് അബൌട്ട് ഇൻകോമ്പിറ്റൻറ്റ് വെയിൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് വെരിക്കോസ് ഇതിൽ. അപ്പോൾ നമ്മൾ ആയുർവേദ സെക്ഷൻ മാത്രം കവർ ചെയ്ത് വിടാം. ബിക്കോസ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് അബൌട്ട്, സോ നോട്ട് going to proceed with this, and he is talking certainly. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ വാൽവുകൾ വർക്ക് ചെയ്യാതാവുമ്പോഴത്തേക്കും രക്തം താഴെ പോയി തളം കെട്ടി കിടക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന കാര്യമാണ് ഈ അട്ടയെ കൊണ്ട് ഘടിപ്പിക്കുക എന്നുള്ളത്. ബ്ലഡ് ലെറ്റിംഗ് എന്നാണ് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ പല സ്ഥലത്തും രക്തം മുറിച്ച് കളയുന്ന അല്ലെങ്കിൽ രക്തക്കുഴൽ മുറിച്ചിട്ട് രക്തം വാർന്ന് പോകാൻ വേണ്ടി വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു പരിപാടിയാണ് ഈ അട്ട. അട്ടയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. കാര്യം ഈ അട്ട എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇതിനകത്ത് ആ വൈദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് സാധാരണ അട്ടയൊന്നും അല്ല, ഇത് മെഡിക്കേറ്റഡ് ലീച്ച് ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ മഞ്ഞളിട്ട് കഴുകിയെടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കൊരു പുച്ഛമാ, ആകെ മൊത്തം ഒരു പുച്ഛമാണ്. പുള്ളി പറയുന്നത് ഇതൊക്കെ മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയെടുക്കുന്നത്. മഞ്ഞൾ ഒബ്വിയസ്ലി ഒരു ഡ്രഗാണ്, അതിനുള്ള പ്രത്യേകത ഉണ്ട്. സോ ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെ എടുത്ത് അങ്ങനെ പിടിച്ച് അട്ടയെ കൊണ്ടുവന്ന് ഒരാളുടെ മേലെ ശരീരത്തെ അങ്ങനെ വിട്ടിട്ട് കടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. സോ ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഈസ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിന് ഇൻസ്പെക്ട് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു, അട്ട നല്ല അട്ടയാണോ ചീത്തയാണോ നോക്കിയിട്ട് എക്സാമിൻ ചെയ്ത് എടുക്കുന്നു. അതിന് ക്ലീൻ പ്രീ പ്രൊസീജിയർ ഉണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അട്ടയ്ക്ക് നമ്മളൊരു 1 hour നമ്മളത് വെയിറ്റ് ചെയ്തിട്ട് അതിനൊരു പ്രീ സ്റ്റെറിലൈസേഷൻ വേണമെങ്കിൽ പറയാം. പ്രീ പ്രൊസീജിയർ ഉണ്ട്, ആഫ്റ്റർ പ്രൊസീജിയർ ഓൾസോ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഉള്ള സമയത്താണ് പുള്ളി പറയുന്നത് ജസ്റ്റ് കൊണ്ടുവന്നു നമ്മൾ വാട്ടറിൽ നിന്ന് എവിടുന്നാണ് പിടിക്കുന്നത് കൊണ്ടുവന്നു ഉടനെ തന്നെ നമ്മൾ കടിപ്പിക്കുന്നു, എന്നിട്ട് വെരിക്കോസ് വെയിൻ നമ്മൾ മാറ്റുന്നു. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് മാജിക് ഹിയർ, ഓക്കെ? വി ആർ ടോക്കിംഗ് അബൌട്ട് ആയുർവേദ ആസ് എ സയൻസ്. എന്താണ് ഈ അട്ട അല്ലെങ്കിൽ ലീച്ച് എന്ന് പറയുന്നത്? അപ്പൊ ഇത് കാട്ടി കാണുന്ന ലീച്ച് അല്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്, ഇത് മെഡിക്കേറ്റഡ് ലീച്ച് ആണെന്ന് പറയുന്നുണ്ട്. ഇരിഡോ എന്ന് പറഞ്ഞ ഒരു ജീനസിനകം നൗ പുള്ളിയുടെ റോള് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഇപ്പം പുള്ളി മെഡിക്കൽ ഫീൽഡിലല്ല, ഇപ്പം പുള്ളി സോളജിസ്റ്റ് ആണ്. ഹി ഈസ് ഗോയിങ് ടു ടീച്ചസ് വാട്ട് എക്സാക്ട്ലി അട്ട ഈസ് ഓൾ അബൌട്ട്. റെഡി? പെടുന്ന ഒരു ജീവിയാണ്, ഒരു ഹെർമോഫ്രോഡൈറ്റ് ആയിട്ടുള്ള ജീവിയാണ്. ആണും പെണ്ണും ഒന്നുമില്ല, എല്ലാം ഒറ്റ ജീവിയാണ്. അപ്പൊ കാട്ടിൽ കാണുന്നതും സാധാരണ ഫ്രഷ് വാട്ടറിലൊക്കെയാണ് ലീച്ച് എന്ന് പറഞ്ഞ സാധനം കാണുന്നത്. അതിനകത്ത് ആ വൈദ്യം പറയുന്നത് 13 തരം ലീച്ച് ഉണ്ടെന്നാണ്. ലോകം എമ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 600 ഡിഫറെന്റ് വെറൈറ്റി ലീച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് വിഷമില്ലാത്തതിനകത്ത്
സുശ്രുതൻ പറയുന്നു 12 തരം ലീച്ച് ഉണ്ടെന്ന് പറയുന്നു. ഇനിയിപ്പോൾ ലോകമെമ്പാട് 700 സ്പീഷീസ് ഉണ്ട്. സുശ്രുതൻ എന്തായാലും ഫ്ലൈറ്റിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല. പുള്ളി പാവം അവിടെ ഇരുന്ന് ലോക്കൽ സ്പീഷീസൊക്കെ എടുത്ത് നമ്മുടെ നാട്ടിൽ ചുറ്റിയിരുന്ന ലോക്കൽ സ്പീഷീസൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു 12 സ്പീഷീസ് ഉണ്ട്, 12 തരമുണ്ട്, സ്പീഷീസും കൂടെ അല്ല പറയുന്നത്, 12 തരമുണ്ട്. ആ 12 തരം ഐഡൻറ്റിഫയിങ് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആൻഡ് അതിൽ 6 എന്താണ് യൂസ് ചെയ്യാൻ പറ്റും, 6 യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് വേരിയസ് ഫീച്ചേഴ്സ്. അത് നമ്മൾക്ക് ഡേഞ്ചറസ് ആയിരിക്കാം, അതുകൊണ്ട് ഒരു 6 യൂസ് ചെയ്യാൻ പറ്റാത്തത്, കളക്ട് ചെയ്യാൻ പാടില്ലാത്തത് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ജസ്റ്റ് സുശ്രുതന് 700 സ്പീഷീസ് ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ 60 സ്പീഷീസ് എന്തോ ഉണ്ട്. അതൊക്കെയാണ് പുള്ളി പറഞ്ഞു വരുന്നത് കേട്ടോ. തിരഞ്ഞെടുക്കുന്നതെന്ന് പറയണേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അട്ട എന്ന് പറയുന്നത് വിഷമുള്ള ഒരു ജീവിയല്ല. അത് അട്ട വിഷമുള്ള ജീവിയാണെങ്കിൽ ഒരിക്കലും പാമ്പിനെ കൊണ്ടൊന്നും നമ്മൾ രക്തമോഷണം ചെയ്തിട്ടില്ലല്ലോ, അട്ടയെ കൊണ്ടല്ലേ ചെയ്യിപ്പിച്ച്. അപ്പോൾ അവർക്കറിയായിരുന്നു അട്ട വിഷമുള്ള ജീവിയാണെങ്കിൽ ഒരിക്കലും അത് പ്രയോഗിക്കാനും ഇത്രയും ഒരു ഇതായിട്ട് പറയൂല. അപ്പം ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വിഷമുള്ള ജീവി ഒരിക്കലും നമ്മൾ ഒരു മെഡിസിനൽ പർപ്പസായിട്ട് വന്ന് കഴിക്കാൻ വേണ്ടി പറയില്ല എന്നുള്ളത് ഒരു ജനറൽ നോളജാണ്. ബട്ട് പോട്ടെ, അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഫുഡ് പോയ്സണിങ് എന്ന് പറയാൻ പാടില്ല, ഫുഡ് ഇൻഫെക്ഷനെ പറയാവൂ, ബിക്കോസ് പോയ്സൺ കഴിച്ചില്ലല്ലോ. അപ്പോൾ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്ന പകരം ഫുഡ് ഇൻഫെക്ഷൻ എന്ന് മാത്രമേ നാളെ തൊട്ട് പറയാവുള്ളൂ. സുശ്രുതൻ പോയ്സണിങ് എന്ന വാക്ക് യൂസ് ചെയ്തു, മോശമായിപ്പോയി. സോ സുശ്രുതൻ പറയുന്നത് 2 ഇതുണ്ട്, നമ്മൾക്ക് ലീച്ച് ഉണ്ട്. 1 is medicinal and 1 is non-medicinal leeches and 1 can be used effectively medicinally. അപ്പോൾ അതാണ് ഇത് പുള്ളി ഇങ്ങനെ കുഴച്ച് പറയുന്നത്. അതാണ് പ്രധാനമായിട്ട് അതിന്റെ ആഹാരം എന്ന് പറയുന്നത് രക്തമാണ്. പിന്നെ ജീനസിലുള്ള ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു മൗത്ത് പാർട്സ് ഉണ്ട്, അവിടെ സക്ക് ചെയ്തിരിക്കാനായിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ 3 പല്ല് പോലെ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു സ്ട്രക്ചർ കാണും, അതിനകത്ത് 100 കണക്കിന് പല്ല് കാണും. ഇതിന് ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അതിന്റെ ബാക്കിൽ ഒരു സക്കർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചിരിക്കുക, അതിനുശേഷം ഫ്രണ്ടിൽ ഇരുന്നിട്ട് നല്ല ചൂടുള്ള ഭാഗത്തു നിന്നുള്ള രക്തം വലിച്ചെടുക്കുക എന്ന് പറയുന്നത്. അത് അതിന്റെ ജീവിക്കാൻ വേണ്ടിയിട്ട് അത് രക്തമാണ് കുടിച്ച് ജീവിക്കുന്നത്, അതാണ് എൻ്റെ ഒരു പരിപാടി. വായിക്കാത്ത 100ഓളം പല്ലുണ്ട്. ഈ പല്ലിനോടൊപ്പം തന്നെ മുറിയുമ്പോൾ രക്തം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകാനായിട്ട് ഹിരിഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ, ഒരു പെപ്റ്റൈഡ് അതിന്റെ വായിക്കാത്തതുണ്ട്. ഇതാണ് ശരിക്കും ഒരു ആന്റി കൊയാഗുലന്റ് ആണ്, രക്തം കട്ടപിടിക്കാതെ. എക്സാക്ട്ലി, പുള്ളി പറയുകയും ചെയ്തു ഹിറിഡിൻ ഇസ് എൻ ആൻറ്റി കൊയാഗുലൻ്റ് ആണ്, ആൻറ്റി ത്രോംബോട്ടിക് ഏജൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹിറിഡിൻ. അപ്പം ഇതിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഹിറിഡിൻ, അതുകൊണ്ട് തന്നെയാണ് അതിനെ ഹിറിഡിൻ്റെ സ്പീഷിയിൽ തന്നെ ഇടുന്നതും. അപ്പോൾ ഹിറിഡിൻ്റെ പ്രസൻസ് കാരണം ഇറ്റ് ഇസ് ആൻറ്റി ത്രോംബോട്ടിക് ഏജൻറ്റ്. സോ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് ഇറ്റ് ഇൻ മെനി ഓഫ് ദി ഡിസോർഡേഴ്സ് വെയർ ബ്ലഡ് ക്ലോട്ട് ക്യാൻ ബി ഫോംഡ് ഓർ ത്രോംബോട്ടിക് ചേഞ്ചസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. ഇപ്പോൾ ത്രോംബോട്ടിക് ചേഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കുന്ന ഒരു സാഹചര്യം ദേഹത്തിലുണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ നമ്മൾക്ക് ഈ പറഞ്ഞ ജലോകാവചരണം അല്ലെങ്കിൽ ജലോക പ്രയോഗം കാണാറുണ്ട്. പുള്ളി നമ്മുടെ മെഡിസിനൽ ലീച്ചിനെ കുറിച്ച് തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്ന ദാറ്റ്സ് ടു ദ നെയിം ഓഫ് പബ്ലിക് അവയർനെസ്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, അതിനെ നക്കി പിടിക്കാൻ പറ്റും. ഇതാണ് അട്ട ചെയ്യുന്നത്. അട്ടയുടെ പ്രത്യേകത പറഞ്ഞാൽ അതിന്റെ സൈസിനേക്കാൾ വളരെയധികം അതിന് വീർത്ത് രക്തം കുടിച്ച് വലുതാവാൻ പറ്റും. 15 ml ബ്ലഡ് വരെയൊക്കെ കുടിക്കാനായിട്ട് ഒരൊറ്റ സിറ്റിങ്ങിന് പറ്റുന്ന ഒരു സാധനമാണ് ഈ അട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തിനാ ഇതിനെപ്പറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നുണ്ട് കർണാടകയിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ അട്ടയെ കൊണ്ടുവരുന്നത്, സാധാരണ ലോക്കൽ അട്ടയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് മെഡിസിനാലിസ് എന്ന് പറഞ്ഞ ഒരു അട്ടയുണ്ട്. ഈ പണ്ട് പോലെ പല രാജ്യങ്ങളിലും ഈ അട്ടയെ കൊണ്ട് കടിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന് കിട്ടിയ ഒരു പേരാണ്. അത് യൂറോപ്പിലൊക്കെ ഉള്ള ഒരു അട്ടയാണ്, നമ്മുടെ നാട്ടിൽ ഇല്ല. ഇത് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് ഇത്രയും എടുത്ത് ആരെങ്കിലും വിളിച്ച് പറയുമോ? നമ്മുടെ നാട്ടിൽ ഇപ്പം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ, നമ്മുടെ നാട്ടിൽ തൈരുണ്ട്, പുറമേ നാട്ടിൽ യോഗട്ടുണ്ട്. എന്നാൽ അതാണ് ശരിക്കുള്ള തൈര് എന്ന് പറയുന്ന പോലെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ലാക്ടോബാസിലസ് അസിഡോഫിലസ് എന്നുള്ള ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ദാറ്റ് ഈസ് നത്തിങ്, ദാറ്റ് ഈസ് തൈരൊന്നും അല്ല. when you prepare തൈര് വിത്ത് സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്, അതൊക്കെയാണ് യോഗേർട്ട് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗുഡ് എന്ന് പറയുന്ന പോലെ യോഗ നമ്മുടെ നാട്ടിൽ ഇനി ചിലപ്പോൾ യോഗ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇനി ഫോറിനേഴ്സ് വേറെ വല്ലതും പേരിൽ അത് ഇങ്ങോട്ട് തിരിച്ച് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളെല്ലാം കൈകൊട്ടി വാഴ്ത്തി നമ്മളത് ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഒരു ട്രെൻഡ് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇനിയിപ്പോൾ ഇതിലും കണ്ടുവരാൻ തുടങ്ങുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ഇനി മെഡിസിനൽ ലീച്ച് തെറപ്പി സുശ്രുതൻ്റെ പേര് മായ്ച്ചിട്ട് വേറെ ഒരാളുടെ പേര് എഴുതി അവിടുന്ന്
ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാം അത്. അപ്പോൾ ഇത്രയും പ്രാചീനമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന മെഡിസിനൽ അപ്രോച്ചാണ് ഇപ്പോൾ ഇന്ന് പുള്ളി പറയുന്നത് FDA അപ്രൂവ് ചെയ്ത് ഹിറിഡോ മെഡിസിനാലിസ് എന്ന ലീച്ചിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. എന്ത് മണ്ടത്തരം വിളിച്ച് പറയുന്നത്. ആൾക്കാരിതെല്ലാം കേട്ട്, ഞങ്ങൾ 10 കൊല്ലമൊക്കെ പഠിച്ച ആൾക്കാർ ഞങ്ങളിങ്ങനെ അമ്പർന്ന് നിൽക്കുമോ എന്താ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതെന്ന് ചോദിച്ചിട്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് പോയി ഒരു മെഡിസിനൽ ലീച്ച് തെറപ്പീനെ കുറിച്ചാണ് പുള്ളി ഇങ്ങനെ പറയുന്നത്. സുശ്രുതൻ തെറ്റ്, ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഇത്രയും ശാസ്ത്രങ്ങൾ തെറ്റ്. ഇത് അപ്ലൈ ചെയ്ത് FDA അപ്രൂവ് ചെയ്തതിന് മെഡിസിനാലിസ് എന്നുള്ള ലീച്ചിൻ്റെ സ്പീഷീസിൽ വരുന്ന ലീച്ച് മാത്രമേ കറക്റ്റുള്ളൂ. ഇതിനെക്കാട്ടിലും ഏതെങ്കിലും ഒരു വിഡ്ഢിത്തരം ആർക്കെങ്കിലും വിളിച്ച് പറയാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ പുള്ളി മണ്ടത്തരം, ഒരാളെക്കുറിച്ച് മണ്ടത്തരം എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മണ്ടത്തരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഞാൻ എന്താ പറയണ്ടേ? അപ്പം നിങ്ങൾ മക്കളെ ആരും യോഗട്ട് കഴിക്കാൻ പാടുള്ളൂ, തൈരൊന്നും കഴിച്ചേക്കരുത്. പിന്നെ ഫുഡ് പോയ്സണിങ് എന്ന് പറയാൻ പാടില്ല, ഫുഡ് ഇൻഫെക്ഷൻ എന്ന് മാത്രമേ പറയാവൂ. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളി നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഓരോരോ ജസ്റ്റിഫിക്കേഷൻ ഫോർ നോട്ട് യൂസിങ് ലീച്ച് തെറപ്പി ഇൻ ആയുർവേദ ഫോർ വെരിക്കോസ് വെയിൻസ്. അല്ലെങ്കിൽ ഇപ്പം ഇമ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അട്ടയില്ല. കർണാടകയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ഗ്രാനുലാരിസ് എന്ന് പറഞ്ഞ മറ്റൊരു അട്ടയാണ്, അല്ലാതെ ഈ പറഞ്ഞ മെഡിസിനാലിസ് എന്ന് പറഞ്ഞ ഇത് എല്ലാ സ്പീഷീസിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. എല്ലാം ടോക്കിംഗ് അബൌട്ട് സ്പീഷീസിൻ്റെ നെയിംസ് ആണ്. ഈ മെഡിസിനാലിസ്, ഹിറിഡോ മെഡിസിനാലിസ്, ഹിറിഡേരിയ ഗ്രാനുലോസ എന്നൊക്കെ പറയുന്നത് സ്പീഷീസിൻ്റെ വ്യത്യാസം വരുന്നതാണ്. അല്ലാതെ എല്ലാം ഈ ഫൈലം ആനൽഡ എന്ന് പറയുന്ന വർഗത്തിൽ പെടുന്ന തന്നെയാണ്. ആൻഡ് മോർ ഓവർ ഹി ഹിംസെൽഫ് ഡിക്ലെയർ ദാറ്റ് ദെർ ഇസ് നോ വിഷം ആൻഡ് സം ക്യാൻ ആക്ച്വലി create allergic reactions, some can create anemic എന്താണ് ഇൻഫെക്റ്റീവ് കോസസ് ആയിരിക്കാം. സോ അതുകൊണ്ട് നമ്മൾ ഇത് തിരിച്ച് പറയുന്നുണ്ട്, വാട്ട് ഈസ് യൂസബിൾ ആൻഡ് വാട്ട് ഈസ് നോട്ട് യൂസബിൾ. അപ്പോൾ അതിൻ്റെ പേരിൽ എപ്പോഴും നമുക്ക് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആയുർവേദ ടോക്സ് അബൌട്ട്, ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് അത് വർഗീകരിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ കട്ട് പിക്ചറായിട്ട് ഒരു വലിയൊരു ബുക്കിൽ നല്ല വൃത്തിക്ക് സുശ്രുതൻ എഴുതിയിട്ടുണ്ട്. അതെല്ലാം മൂടി വയ്ക്കുക. എന്നിട്ട് FDA അപ്രൂവ് ചെയ്ത് ഹിറിഡോ മെഡിസിനാലിസം മാത്രമേ നമ്മൾക്ക് ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് മെഡിസിനൽ ലീച്ച് തെറപ്പി. അട്ട തന്നെയല്ല, ഈ മെഡിസിനാലിസിനെ കുറിച്ച് കുറെ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലത്ത് ഉപയോഗിക്കാം, ഏതൊക്കെ സ്ഥലത്ത് ഉപയോഗിച്ചില്ല, FDA അപ്രൂവ് ചെയ്തിട്ടുള്ള ചില ട്രീറ്റ്മെന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യം. FDA അപ്രൂവ് ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ FDA അപ്രൂവ് ചെയ്തിരിക്കുന്ന ഹിറിഡോ മെഡിസിനാലിസ് എന്ന ലീച്ചിൻ്റെ മാത്രം പഠനമാണ് ഈ പഠനങ്ങൾ. അപ്പം ഇവിടെ ഒരു സ്റ്റഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ആപ്ലിക്കബിൾ അല്ല, അവിടെ ഒരു സ്റ്റഡി നടന്നാൽ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അവിടെ പാരസ്റ്റമോൾ യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് പാരസ്റ്റമോൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫ്രിഞ്ച് കുറച്ച് തെളിവുകൾ മാത്രമുള്ള ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത്. പക്ഷേ ഈ വെയിനിന്റെ കാര്യത്തിൽ തളം കെട്ടിയിരിക്കുന്ന ബ്ലഡിനെ ഊറ്റി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വാൽവ് ഒരിക്കലും റിപ്പയർ ആവുന്നില്ല, നിങ്ങളുടെ വെരിക്കോസ് ഒരിക്കലും മാറുന്നില്ല എന്നുള്ളത്. ഈ ബ്ലഡ് ഊറ്റിക്കളഞ്ഞതാണെന്ന് ആരാണ് പുള്ളിയോട് പറഞ്ഞത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീച്ച് വെച്ച് കടുപ്പിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ, ബ്ലഡിൻ്റെ ഡൈനമിക്സ് തന്നെ മാറ്റാനുള്ള കഴിവ് ലീച്ചിൻ്റെ സലൈവയ്ക്കുണ്ട്. അതാണ് പുതിയ പഠനം. അതിൽ സെക്രീറ്റ് ചെയ്യുന്ന കുറേ കെമിക്കൽസ് ത്രോംബോട്ടിക് ആക്ടിവിറ്റി ആയിട്ടും ആൻറ്റി പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആക്ടിവിറ്റി ആയിട്ടും നമ്മൾ ഹിസ്റ്റമിൻ ലൈക്ക് കെമിക്കൽ ഇത് ചെയ്യുന്നതുകൊണ്ട്, സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് വാസോ ഡൈലേറ്ററി ആയിട്ടും അനാൽജസിക് ആയിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടൊക്കെ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്നത് നമ്മൾക്ക് അട്ടയെ കൊണ്ട് കടുപ്പിച്ച് നന്നാവത്തില്ല, ഒരിക്കലും നമ്മൾ ആരും ആയുർവേദം കൊണ്ട് നന്നാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത് പുള്ളി. അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രക്തം പോയി കഴിഞ്ഞ് രക്തമൊക്കെ വാർന്നു പോയി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ നീര് താൽക്കാലികമായി കുറയുകയും വീണ്ടും ഇതേ പ്രശ്നം, അവിടെ വാൽവിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് കാലിൽ രക്തം തളം കെട്ടി കിടക്കുകയാണ്. വീണ്ടും കാലിൻ്റെ രക്തം തളം കെട്ടി കിടക്കുകയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ തളം കെട്ടി കിടക്കുന്ന ആൾക്കാർ ആയുർവേദക്കാരെ തപ്പി വരുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പൊതുവേ തന്നെ സർജറി ഫെയിലാവുമ്പോഴും ഈ പറഞ്ഞ റെക്കറൻസ് റേറ്റ്, സർജറി ചെയ്ത റെക്കറൻസ് റേറ്റ്, പിന്നെയും വ്യാധി അല്ലെ അസുഖം പിന്നെയും പുനർഭവിക്കുന്ന കൊണ്ട് തന്നെയാണ് ആയുർവേദക്കാർ തപ്പി വരുന്നത്. ഈ വെരിക്കോസ് വെയിനിൽ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. When the disease becomes intractable even with conventional care, we are sought. People come to us when we are the only people left behind to try, to take medicine from. This is the scenario. We tell people don't wait till the last minute. ഇങ്ങനെ പറഞ്ഞ് എത്ര പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും most of them come to Ayurvedic care
when the disease becomes totally intractable. And this is the saddest part of the story. പലരും ഇത് മനസ്സിലാക്കുന്നില്ല. അവസാന ഘട്ടത്തിൽ മാത്രമേ ആയുർവേദക്കാരടുത്ത് വന്ന് നിൽക്കാറുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാലം 25 കൊല്ലം 20 കൊല്ലമൊക്കെ കാലം ഇങ്ങനെ വെച്ച് എത്രയും ലാസ്റ്റ് സ്റ്റേജ് വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാമോ ചോദിക്കുമ്പോഴാണ് ആയുർവേദക്കാരെ പൊതുവെ തന്നെ വെരിക്കോസ് വെയിന് വേണ്ടി വരുന്ന ആൾക്കാരുള്ളൂ. ഇപ്പോൾ ഒരു പല്ല് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ആയുർവേദ ഡോക്ടർക്ക് പോകാറില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. പക്ഷേ വെരിക്കോസ് വെയിൻ്റെ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇസ് recurrence. 60% recurrence rate by a 5-year follow-up. ഇതിനൊക്കെ എവിഡൻസ് ഉണ്ട്. സോ അത് ഒരു മാർഗമായതുകൊണ്ടാണ് പക്ഷേ ഞങ്ങളുടെ എല്ലാവരും ഈ തപ്പി വരുന്നതും എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നതും. അപ്പോൾ എന്താണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് മനസ്സിലാക്കാതെ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ബ്ലഡ് ലെറ്റിംഗ് അല്ലെങ്കിൽ അട്ടയെ. പുള്ളി മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് ആരും മനസ്സിലാക്കിയില്ല എന്നുള്ള അർത്ഥമല്ല. ഞങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് ചികിത്സിക്കുന്നതും. അത് ഈ പറഞ്ഞ പോലെ ഇൻകോമ്പിറ്റൻറ്റ് വെയിൻ, പുള്ളി പറഞ്ഞ ഇൻകോമ്പിറ്റൻറ്റ് വെയിൻ കാരണമാണെന്നൊക്കെ പുള്ളി തത്വമേ പൂച്ച എന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ അങ്ങ് കുറേ വോമിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല, ഈ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇൻകോമ്പിറ്റൻറ്റ് വെയിൻസ് വരുന്നതല്ല. ഇറ്റ് ഹാപ്പൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ വാൽവിൻ്റെ വാളിൻ്റെ ചേഞ്ചസ് വരുന്ന, സ്ട്രക്ചറൽ ഭയങ്കര റീമോഡലിംഗ് വരുന്ന ഒരു കണ്ടീഷനിലാണ് ഈ പറഞ്ഞ് വാൽവ് ഭയങ്കര സ്ലഗ്ഗിഷായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും അപ്പോഴാണ് വെരിക്കോസ് വെയിൻ വരുന്നതും അതിൻ്റെ പുറമെ കുറേ കോംപ്ലിക്കേഷൻസ് വരുന്നതൊക്കെ. സോ ഇതിൻ്റെ ഒരു പാത്തോജനസിസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആയുർവേദക്കാർ പലരും ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. വി ഹാവ് പഥ്യം പറഞ്ഞ് ഡയറ്ററി ചേഞ്ചസ് വരുത്തി ലൈഫ് സ്റ്റൈൽ മോഡുലേഷൻ വരുത്തിയിട്ട് പല സമയം നമ്മൾക്ക് വളരെയേറെ നല്ല ആശ്വാസമായിട്ട് ആൾക്കാർ തിരിച്ച് മടങ്ങി പോകുന്നുമുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല, ക്ലിനിക്കലായിട്ട് സ്റ്റഡി നടത്തിയോന്നറിയില്ല, ഏതെങ്കിലും ഡോക്ടർക്ക് പോയിട്ട് ഇനി ആരെങ്കിലും പറഞ്ഞതാണോ അതിൻ്റെ പേരിലാണോ ഇത് എഴുതിയിരിക്കുന്നത് വീഡിയോ ചെയ്തതെന്ന് എനിക്കറിയില്ല. സോ ഇതൊക്കെ കാര്യങ്ങളായിട്ട് പറയണമെങ്കിൽ എനിക്ക് ഐ ഡോണ്ട് നോ, ഐ ഫീൽ ലൈക്ക് ലാഫിങ്. ഐ മീൻ ഇറ്റ് ഈസ് സോ ലാഫബിൾ. കൊണ്ട് ഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ അട്ട എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി എത്ര ക്ലീൻ ആയിട്ടുള്ള അട്ടയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചില ഇൻഫെക്ഷനോ വേറെ ചില കോംപ്ലിക്കേഷനോ ഇനി രക്തം വാർന്നു പോകാനോ ഒക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സാധനം കൂടിയാണെന്നുള്ളത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടി. അപ്പം ഈ സാധനങ്ങളൊക്കെ ഈ പറയുന്ന പോലെ അനിമിയ വരാനും ഇൻഫെക്ഷൻ വരാനൊക്കെ എല്ലാ സാധ്യതയും എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് FDA അപ്രൂവ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ പറയുന്ന ചന്ദ്രശേഖരൻ്റെ കാട്ടിലൊക്കെ നല്ല നല്ല അറിവും വിദ്യാഭ്യാസവും ബിരുദാനന്തര ബിരുദവും PhDയും അതിൻ്റെ ഹയർ സ്റ്റഡീസും എല്ലാം എടുത്ത് ഡോക്ടറേറ്റൊക്കെ എടുത്ത ആൾക്കാരാണ് ഈ FDA-യിലിരിക്കുന്ന അസോസിയേഷൻസൊക്കെ ചേർന്നാണ് നമ്മുടെ മെഡിസിനൽ ലീച്ച് തെറാപ്പീനെ അപ്രൂവ് ചെയ്തിട്ട് മെഡിക്കൽ പ്ലാസ്റ്റിക് സർജറി, വാസ്കുലർ സർജറിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഒരു വി ക്യാൻ ആക്ച്വലി ആംപുറ്റേഷനിലൊക്കെ നമ്മൾക്ക് സാൽവേജ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു FDA-യെ കുറിച്ചാണ് പറയുന്നത്. ദിസ് ഈസ് സംതിങ് എൻലൈറ്റനിങ്. അപ്പോൾ വെരിക്കോസ് വെയിനിന് എന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് പോയി ചെയ്തിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കും. ചിലപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ആർക്കും അറിയാതെ ചില ആയുർവേദ ഡോക്ടർമാരെ കാണാറുണ്ട്. അതാണ് സത്യം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറമേ പറയുന്ന ആൾക്കാർ ഈ പറയുന്നില്ലേ ദൈവവിശ്വാസികളെ അല്ല എന്ന് പറയും, എന്നിട്ട് രാത്രി പോയി അമ്പലത്തിൽ പോയി തൊഴുകുന്നവരായിരിക്കും. അതുപോലത്തെ ആൾക്കാരാണ്. കുറേ കയ്യടി മേടിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അങ്ങ് വിളിച്ച് പറയും. പിന്നെ അയ്യോ അമ്മ എന്നിട്ട് കിടക്കുമ്പോൾ അവസാനത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമോ എന്നിട്ട് കാല് നീട്ടി അങ്ങ് ഇരിക്കും. സോ പ്ലീസ് ഡോണ്ട് ലിസൺ ടു സച്ച് ബക്വാസ്. എനി ടൈം യു ഹിയർ നല്ലപോലെ വൃത്തിയായിട്ട് അന്വേഷിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വേണോ മറ്റേ ട്രീറ്റ്മെൻറ്റ് വേണോ എന്ന്. ഞാൻ ഒരിക്കലും സർജറിയെക്കുറിച്ചോ അല്ലേ മോഡേൺ മെഡിസിനിൽ വരുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ ഒരിക്കലും നമ്മൾ ഒന്നും തെറ്റും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് അബൌട്ട് ദ ഔട്ട്കം. സംടൈംസ് നമ്മൾ ചില പേഷ്യൻസിൽ നമ്മൾക്ക് ആയുർവേദ ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ എന്നെ റെഫർ ചെയ്യാറുണ്ട്. ഇൻഫാക്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് എ ഫൈറ്റ്. ഒരു മോഡേൺ മെഡിസിനിൽ ഇരിക്കുന്ന ആൾക്കാരും ആയുർവേദക്കാരും പോകുമ്പോൾ വലിയ ഫൈറ്റ്സ് ഒന്നും വരാറില്ല. ബിക്കോസ് വി ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ, വി ആർ ഏബിൾ ടു ഇൻറ്റഗ്രേറ്റ് ട്രീറ്റ്മെൻറ്റ് വെൽ. ഏത് ഘട്ടത്തിൽ നമുക്ക് ആയുർവേദം കൊടുക്കണം, ഏത് ഘട്ടത്തിൽ നമ്മുടെ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് കൈ കൊടുക്കണം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് വി ഗിവ് ദ ബെസ്റ്റ്. ഇറ്റ്സ് ലൈക്ക് എ ചെറി ഓൺ ദി ഐസിങ്. സർജറി സംടൈംസ് ബിക്കം സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നല്ലൊരു ഔട്ട്കം, നല്ലൊരു കോംപ്ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരാണ് തമ്മി തല്ലിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതെന്ന് കൂടി ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. On that note, I have to tell that these kind of people should not be allowed to
talk about any kind of science without having a proper degree that says their talents and their knowledge acquisition. ഇപ്പം ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനത്തെ ശാസ്ത്രത്തിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഒരു അപേക്ഷ. ഐ മീൻ ദേ ഷുഡ് ബി ബോഡീസ് ടു ഗവേൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇനി എന്താണ് വെരിക്കോസ് വെയിൻ, അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാനായിട്ട് പ്രോപ്പറായിട്ട് വെരിക്കോസ് വെയിന് സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അത് നന്നായി, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഈ വീഡിയോയിൽ ഒരു സർജനെ ഇരുത്തി സർജൻ സംസാരിക്കുന്നു. വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഐ റെസ്പെക്ട് ഓൾ ദി കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ഹി ആക്ച്വലി സേസ് ഇൻ ദിസ് വീഡിയോ, ബിക്കോസ് അവർ നോളജ് ഉള്ളവരാണ്, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതോ ഒരു സമയത്ത് പറയുമ്പോൾ ഒരു അറ്റം വരുമ്പോൾ പുള്ളി പറയുന്നു ആയുർവേദത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അതുമാത്രം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് നമുക്കറിയുന്ന കാര്യം നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. ചികിത്സ എന്ന പേരൊക്കെ വിളിക്കുന്ന ചില രീതികളൊക്കെ കൂടെ സംസാരിക്കും. അറ്റാക്ക് കൊണ്ട് ഘടിപ്പിച്ച് എന്താ സംഭവിക്കുക? അപ്പം നമ്മൾ പൊതുവെ ഇങ്ങനെ ഈ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയയിൽ അവിടെ നമുക്കൊരു ചെറിയ ബാഗ് പോലെ ആയിരിക്കും വെയിൽ കിടക്കുന്നത്. അപ്പോൾ ഈ അട്ട സാധാരണ അവിടെ കൊണ്ട് ഘടിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അന്നുള്ള ബ്ലഡ് അങ്ങ് വലിച്ചൂറ്റി കുടിക്കും. അപ്പോൾ തൽഫലമായിട്ട് അവിടുത്തെ ആ ബ്ലഡിന്റെ പൂളിങ് കുറഞ്ഞിട്ട് തൽക്കാലത്തേക്കൊന്ന് അവിടുത്തെ സൈസ് ഒന്ന് കുറയും. അതല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. സോ ഈ ഡോക്ടർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടയെക്കുറിച്ച്. സോ ഹീ ഈസ് ആക്ച്വലി നൗ ഷിഫ്റ്റിംഗ് ഫ്രം ഹിസ് ഫീൽഡ് ഇൻ ടു ആയുർവേദ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾക്ക് അറിയുന്ന കാര്യത്തിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും സംസാരിക്കാം, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് എത്ര ചിലപ്പം നമ്മൾ E=mc² അറിയുന്ന ഒരു വ്യക്തി ഫിസിക്സിലൊക്കെ അത്രയും നമ്മൾ മുന്നോട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ നമുക്ക് വി പ്രോബബ്ലി വിൽ നോട്ട് നോ ഹൗ ടു കുക്ക് സം ഫുഡ്, റൈറ്റ്? സോ അവിടെ കുക്കിങ്ങിനുള്ള സമയത്ത് നമ്മൾ വലിയ ഒരാളാണ്, നമ്മൾ ഫിസിസിസ്റ്റാണ്, അതുകൊണ്ട് നമ്മൾ കുക്കിങ്ങിലൊക്കെ വി നെവർ ഡൂ ദാറ്റ്. സോ വെൻ യു ടോക്കിംഗ് അബൌട്ട് another science, either you should have done that science, അത് അവിടെ ശരിക്കും പോയി നിന്ന് പഠിച്ചിട്ടുണ്ടാവണം, അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹവ് അസിസ്റ്റഡ് സംടൈംസ്, ഹൗ ടു ഗോ അബൌട്ട്. നിങ്ങൾ അസിസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഹാവ് യു സീൻ ഇൻ ക്ലിനിക്സ് ഹൗ ഈ അട്ടയെ പിടിച്ച് എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? How it is done? Have you seen how the patient has come back? Have you ever done that personally? Because ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് ഈ കോഴ്സിൻ്റെ സമയത്ത് നമ്മൾക്ക് പോസ്റ്റിങ്സ് കിട്ടാറുണ്ട്. സോ വി യൂസ് ടു അസിസ്റ്റ്, ബട്ട് സ്റ്റിൽ വി ഡോണ്ട് ടോക്ക് അബൌട്ട് മോഡേൺ സർജറി, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ സംസാരിക്കാറില്ല. ബിക്കോസ് ഒബ്വിയസ്ലി വി ആർ നോട്ട്, നമ്മൾ അതിൻ്റെ കൺസേൺ അല്ല, വ്യക്തിയല്ല, അതുകൊണ്ട് നമ്മൾ സംസാരിക്കാറില്ല. പക്ഷേ ഐ ഡോണ്ട് നോ വൈ ഹിയർ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ എന്ന് എനിക്കറിയത്തില്ല. വാട്ട് കൈൻഡ് ഓഫ് ബയസ് ദാറ്റ് ഹി ഹാഡ് ഇൻ ഹിസ് ഹെഡ് എന്ന് അറിയത്തില്ല എനിക്ക്. ബട്ട് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലെയിൻ ദിസ് സിൻസ് സച്ച് എ ക്വസ്റ്റ്യൻ വാസ് പോസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് അല്ല അട്ടയെക്കുറിച്ച് നമ്മൾ അട്ടയെ കടുപ്പിച്ചു, അതുകൊണ്ട് സൂപ്പർഫിഷ്യലായിട്ട് അവിടെ പൂളിംഗ് ഓഫ് ബ്ലഡ് കുറഞ്ഞു, അതുകൊണ്ട് ആ ടെമ്പററി കിട്ടുന്ന ആശ്വാസമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ അട്ടയുടെ സലൈവ സെക്രീഷനിൽ വളരെയേറെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതിൻ്റെ കുറിച്ച് കുറേ പഠനങ്ങൾ, ഇൻഫാക്റ്റ് തെറാപ്യൂട്ടിക് എഫിഷ്യൻസി ഓഫ് ലീച്ചിൻ്റെ സെക്രീഷൻസിൻ്റെ തെറാപ്യൂട്ടിക് എഫിഷ്യൻസി എത്രമാത്രം ഉണ്ട് എന്നുള്ള പഠനങ്ങളാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൗ മെനി കെമിക്കൽസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ടു change the dynamics of the blood, to change to change certain pathology that is related to venous congestion. ഇന്നെല്ലാം സ്റ്റഡീസ് ഉണ്ട്. to reduce hypoxia, to reduce apoptosis, to have antithrombotic activity, to have anti-inflammatory activity. Even ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓൺകോജനിക് സപ്രഷൻ വരയ്ക്കും ലീച്ചിൻ്റെ സലൈവറി സെക്രീഷനിൽ നമുക്ക് പറ്റുന്നുണ്ടെന്നാണ് വിവരങ്ങൾ അറിയുന്നത്. സോ ഇത്രയും ക്വാളിറ്റി സലൈവറി ലീച്ചിൻ്റെ സലൈവയ്ക്ക് ഉണ്ടെങ്കിൽ, സെക്രീഷൻസിന് ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് നമ്മളതിനെ സൂപ്പർഫിഷ്യൽ മാത്രം കണ്ടിട്ട് അവിടെ നിർത്തുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയുമ്പോൾ ആൻസർ ആവുന്നില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഏതൊരു പ്രൊസീജിയർ ഡോക്ടർ പറഞ്ഞ പോലെ സർജറിക്ക് ഡോണ്ട് യു ഹാവ് കോംപ്ലിക്കേഷൻസ് ഓഫ് സർജറി. 60% recurrence rate ഉണ്ട് ആഫ്റ്റർ 5-year follow-up. അപ്പോൾ ഇങ്ങനെ റെക്കറൻസ് വരുന്ന പേഷ്യൻസിന് ഡോക്ടറിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഹൗ വിൽ യു അഡ്വൈസ് ദം? വാട്ട് വിൽ യു ഡു? വിൽ യു അഡ്വൈസ് ദം ടു അണ്ടർഗോ ട്രീറ്റ്മെൻറ്റ്, സർജറി ഓൺ ആൻഡ് ഓൺ? ഹൗ മെനി ടൈംസ് വിൽ യു ഡു ഇറ്റ്? ന്യൂവാസ്കുലറൈസേഷൻ എന്ത് ചെയ്യും?
അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു 2 പ്രാവശ്യം കഴിഞ്ഞ് സർജറി ചെയ്ത ഒരാൾക്ക് നമ്മൾ എന്താണ് നെക്സ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി ചെയ്യാൻ പോകുന്നത്? വാട്ട് വിൽ യു പ്രിസ്ക്രൈബ്? ഈ താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 5 ഇയർ ഒരു സർജറി ചെയ്ത് 5 ഇയർ നിങ്ങൾക്ക് സർവൈവ് ചെയ്തിട്ട് പെയിൻലെസ് സർവൈവൽ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല ഈ ചെറിയ സിറ്റിങ്ങിൽ നമ്മളൊരു we are giving bleach therapy and we make sure that the patient does not suffer any complications like itching, venous ulcer, chronic venous insufficiency ഒന്നും വരാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ഡയറ്ററി ചേഞ്ചസും നമ്മൾ കുറേ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് ആയുർവേദിക് ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് എല്ലാം കൊടുത്ത് അവർ പല രീതിയിൽ അവരെ നമ്മൾ ഒരു ഏസിംപ്റ്റമാറ്റിക് ആക്കാനും അല്ലെ ഒരു റിലീഫ് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് കിട്ടുന്നതാണോ തെറ്റെന്ന് പറയുന്നത്? ഇവിടെ എന്താണ് തെറ്റ്? ആയുർവേദക്കാരെന്താ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കി പല സമയത്ത് നമ്മൾക്ക് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പല സമയത്ത് നമുക്ക് ഈ പറയുന്ന കുറേ ഈ വീനസ് അൾസേഴ്സും അതിനുള്ള ഇച്ചിങ്ങും അങ്ങനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഇങ്ങനത്തെ കുറേ ചേഞ്ചസ് നമ്മൾക്ക് വരുത്തി തരാൻ പറ്റിയിട്ടുണ്ട് ക്ലിനിക്കലി. ഇതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? I mean, why aren't things understood from that point of view? നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് why is it not approved? Why is there a technical difficulty to understand that both of us will meet at a point when we can help each other? Because നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഭാവിയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിലും അവർക്ക് വേണ്ടിയിട്ട് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത്. അല്ല, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ, ഇറ്റ്സ് നോട്ട് വാർഫെയർ, ഇറ്റ് ഈസ് അബൌട്ട് വെൽഫെയർ ബേസിക്കലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യുക, അതിൻ്റെ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ടെക്നിക്കലി നീ വലുതാണോ ഞാൻ വലുതാണോ എന്നല്ല. ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇഫ് യു ക്യാൻ ഗിവ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് our medical sciences, I think that should be the way that we even should be talking about, not that this is bad and this is good. That's never been ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് നമ്മൾ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഐ എം വെരി സോറി ടു സേ ദാറ്റ്. പിന്നെ ഈ അട്ട കടിച്ചതിന് മൂലം ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഉള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള കേസുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അട്ട കടുപ്പിക്കുന്നുണ്ട്. ജലോകവചരണം നമ്മൾ ക്ലിനിക്കിൽ നടത്തുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ കേസസ് വരാറില്ല. ഇൻഫാക്ട് മെഡിക്കോ ലീഗൽ കേസസ് ആർക്കാണ് ഹയസ്റ്റ്? ഒരു ആയുർവേദക്കാർക്ക് ഈ ജലോകവചരണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ആരും മെഡിക്കോ ലീഗൽ കേസസ് ഫയൽ ചെയ്യാറില്ല. വേറെസ് വെരിക്കോസ് സർജറിക്ക് ഒരുപാട് മെഡിക്കൽ ലിറ്റിഗേഷൻസ് വരാറുണ്ട്. ഐ മീൻ ദേ ഫേസ് ദാറ്റ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്ട്രെയിറ്റ്. ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെൻറ്റർ അവർക്ക് കൊടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം ചെയ്തിട്ടും അവസാനം ദേ കം ആൻഡ് ടെൽ ദാറ്റ് അവേഴ്സ് ഇസ് ദ ബെസ്റ്റ്. പ്ലീസ് ടേക്ക് അവർ സൈഡ്. Come on, Ray. If it is not possible and what is possible should be well defined to the patient and let them choose. ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശാസ്ത്രീയമായ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായി ഗ്രഹിച്ച ശേഷം മാത്രം അവരുടെ ആരോഗ്യമാണ് എന്നുകൂടെ പേഷ്യൻസ് മനസ്സിലാക്കിയ ശേഷമാണ് വരുന്നത്. ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് വന്നാണ് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല, വേദന സഹിക്കാൻ പറ്റുന്നില്ല, ചൊറിച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല, കാല് കഴയ്ക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്താ വേണ്ടേ? പിന്നെയും ഒന്നുകൂടി സർജറിക്ക് തള്ളിവിടണമെന്നാണോ പറഞ്ഞു വരുന്നത്? സോ വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? പേഷ്യൻസിൻ്റെ അവർ ഗ്രഹിച്ചാണ് വരുന്നത്. അത്രയേ പറയുന്നുള്ളൂ. ബിക്കോസ് ഇതെല്ലാം നമ്മൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വീഡിയോ അൺനെസസറി ലോങ്ങായി പോവും, ബോറടിച്ച് തുടങ്ങും. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു നിർത്താം, ഇങ്ങനത്തെ വീഡിയോസ് പ്ലീസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ. ബിക്കോസ് നമ്മൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്ന കുറേ കാര്യങ്ങൾ ആവശ്യക്കാർ കൊണ്ടുപോയിട്ട് അത് പിന്നെ നമ്മൾ തന്നെ അതെല്ലാം പൊടി തട്ടി നമുക്ക് തന്നെ തിരിച്ച് വിൽക്കും. ആ ഒരു പോളിറ്റിക്സിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ശാസ്ത്രമാണിത്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട നമുക്ക് വളരെയധികം അതിനെ യൂസ് ചെയ്യാൻ കഴിയും. നമ്മൾക്കതിനുള്ള ബുദ്ധിയുണ്ട്, നമ്മൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് നല്ല വൃത്തിയിൽ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ആയുർവേദം യൂസ് ചെയ്യാൻ തുടങ്ങുക. അതുവരയ്ക്കും ഇങ്ങനത്തെ വീഡിയോയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ബൈ.